അവൻ്റെ വാച്ചായിരുന്നു അവൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അത്ര ഭംഗിയുള്ളൊരു വാച്ച്, ടൈം മാത്രമല്ല ലൈറ്റ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് ബീപ്പ് ബീപ്പ് അടിക്കുന്ന ഒരു അടിപൊളി വാച്ച്. അവരോട് മിണ്ടി തുടങ്ങുന്നത് തന്നെ ആ വാച്ചിനുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു. പക്ഷെ പതിയെ പതിയെ ആ ഇഷ്ടം വാച്ചിൽ നിന്ന് വാച്ച് ഇട്ട ആളിലേക്ക് മാറുന്നുണ്ടോ എന്നൊരു സംശയം അവൾ വന്നു തുടങ്ങി. പക്ഷെ അവൾ അതിൽ കാര്യമായിട്ട് എടുത്തില്ല. അത്ര ആഗ്രഹം കയറിയിട്ടാണ് ഒരു ദിവസം അത് നിടാൻ തരാമോ എന്ന് അവൾ ചോദിക്കുന്നത്. അവനാണെങ്കിലോ മുഖത്ത് നോക്കി പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇവൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നി. ശരിക്കും വാച്ച് അല്ലായിരുന്നു, വേറെ എന്തോ ആണ് തനിക്ക് വേണ്ടതെന്ന് അപ്പോൾക്ക് മനസ്സിലായി. പക്ഷെ അതൊന്നും പുറത്തു കാട്ടാതെ അവൾ അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നീട് ഒരിക്കൽ പോലും അവൾ അവനോട് മിണ്ടാനോ ചോദിക്കാനോ ഒന്നിനും പോയിട്ടില്ല. ആ വാച്ചൊക്കെ അവൾ അങ്ങ് മറന്നു. അങ്ങനെ എക്സാം ഒക്കെ ആവാറായിട്ടോ, അവസാനത്തെ പരീക്ഷ 10ാം ക്ലാസ്സിലെ. അതുകൂടെ കഴിഞ്ഞ പിന്നെ സ്കൂളൊക്കെ മാറാൻ പോവാ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവരെല്ലാവരും. അങ്ങനെയുള്ള വീട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ബാഗൊക്കെ ഇനി എല്ലാ ബുക്കും എടുത്ത് കളയണമല്ലോ. അതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അവളുടെ ബാഗിനകത്ത് ആ പഴയ വാച്ച് ഉണ്ടല്ലോ, ഏത് നമ്മുടെ ആ ക്രൈസ് ആയിരുന്ന വാച്ച്, ആ വാച്ച് കണ്ടു. വർഷങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു തവണ അവളുടെ ഫ്രണ്ട് ചോദിച്ചു, എടി ഈ പൊട്ട വാച്ച് നിനക്കിതിനെ മാറ്റാറായിട്ടില്ലേ? അപ്പോൾ ഒരു ചിരി മാത്രമായിരുന്നു അവളുടെ മറുപടി. ചേരാത്ത ഓടാത്ത ആ വാച്ച്, അന്ന് അറിയാണ്ട് സ്നേഹിച്ചു പോയ, ചേരാത്ത കൂടെ ഇല്ലാത്ത ആ ആളെയാണല്ലോ അവൾ ഓർമ്മിപ്പിക്കുന്നത് എന്നോർത്തിട്ടായിരുന്നു അവളുടെ ആ ചിരി.